താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വരാനുള്ളത് വരും, വളവും തിരിവും തിരിഞ്ഞു വരും. സ്ലോ മോഷനിലല്ല, ഹൈ സ്പീഡ്. ഒരു തൈ ഇരിപ്പുണ്ടല്ലോ, തൈയെങ്കിൽ തൈ. എന്റെ വെയിറ്റ് താങ്ങോ? പിന്നെ നീ ഇതെന്തിനുള്ള പുറപ്പാടാ? ആളിനെ നമുക്ക് മനസ്സിലായി. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. എന്തോ കുഴപ്പമുണ്ടല്ലോ. കോഫി വട്ടാണല്ലേ, പ്രാന്താശുപത്രി പുറത്ത് ചാടിയതാ. അല്ല, ഇതാര്? നമ്മുടെ എന്റെ വെയിറ്റ് താങ്ങോ? സ്ഥിരാണല്ലേ. ചാടിക്ക. ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ. സാറിന് പഴയതുപോലെ അത്ര പുള്ളിങ്ങില്ല, അണച്ചുപോയി അല്ലേ സാറേ? താൻ ചത്തില്ലല്ലേ? എമർജൻസി. എന്റെ അമ്മാച്ചന്റെ അതിൽ തേങ്ങാ വീണപ്പോഴും ആദ്യം ഇതുപോലെ ആയിരുന്നു. പ്രേരണ. എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? കാലം എഴുതിയത്. ഈ കാണുന്ന അല്ലവൻ, ഈ കാണിക്കുന്നതും അല്ലവൻ. പിന്നെ ആരാവൻ? ഭൂതം ഭാവി പറയും സാർ. അപ്പൊ പിന്നെ വർത്തമാനം ഞാൻ പറയും. പറയട്ടെ, ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള മുഖമാണ്. 5 രൂപ തന്നെ 2 രൂപയുടെ ഫലം പറയും. ഉള്ളതേ പറയത്തുള്ളൂ, ഇല്ലാത്തത് പറയാൻ മടി കാണിക്കത്തില്ല. നല്ല ലക്ഷണം കെട്ട മുഖമാണ്. ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലേന്ന്. ഞങ്ങളും ചോദിച്ചു. ആ ട്രെയിൻ ആക്സിഡന്റ് ആവുമ്പോ ആദിത്യ, ആദിത്യ, എന്തുന്നാടാ ഇത്? നിന്റെ അമ്മൂമ്മയുടെ പിന്നാലെ എങ്ങനെയുണ്ട്? കഷ്ടം, പെറ്റ തള്ള സഹിക്കൂലേട്ടാ. ഇതൊക്കെ എന്ത്? എങ്ങനെ ഇരിക്കണം? ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്? ഇതിൽ നിന്ന് നിനക്ക് എന്ത് മനസ്സിലാക്കാം? എന്തേ? ജീവിതത്തിൽ വളിച്ചതും കൈപ്പേറിയതും ഇനിയും ബാക്കിയുണ്ട്. ஐ செக் பண்ணப்போ உள்ள ஆக்சிடென்ட்ல நம்ம பையன் ஒருத்தன் இருந்திருக்கான். ആരാ അത്? வீரராகவன். എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. ആരാടാ ഈ പടത്തിന്റെ ഡയറക്ടർ? ഞാനാണ് സാർ. ആഹാ, നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിക്കിട്ടാൻ കാത്തിരിക്കായിരുന്നടാ. ഒന്ന് കൊണ്ടുപോടേ. பயமா இருக்கா? இதுக்கப்புறம் இன்னும் பயங்கரமா இருக்கும். ടൈഗർ അല്ല, ലൈഗർ. എങ്ങനെ? ഒരു ലയണ്ണും ടൈഗറിനും ജനിച്ചവൻ. അതുകൊണ്ടാ ലൈഗർ എന്ന് പേരിട്ടത്. അതിന് ലയൺ ബൽറാമിന്റെയും ബാലാമണിയുടെയും മോനാ നീ. അതുകൊണ്ട് ഇപ്പൊ എന്താ? ലൈഗർ
എണീക്കാൻ. ഡാ ലൈഗർ. നിന്നെ എതിരിടാൻ ആരെങ്കിലും നിന്റെ മുന്നിൽ വന്നാ നീ മനസ്സിൽ ഒരേ ഒരു കാര്യം മാത്രം ഓർമ്മിച്ചോ. നിന്റെ അച്ഛനെ കൊന്നവനാ മുമ്പിലുള്ളതെന്ന്. ഈ തള്ള എന്താണ് ഈ പറയണത്? നിനക്ക് ആ രോഷം ഉണ്ടാവണം, രക്തം തിളയ്ക്കണം, അടിച്ച് കൊന്നേക്കണോടാ. അല്ലെങ്കിൽ നാളെ ആവട്ടെ. അഭിനയം കണ്ട അപ്പൊ തന്നെ ഓസ്കാർ എടുത്ത് കൈ കൊടുത്തിട്ട് കൂടെ ആ ബുർജ് ഖലീഫും കൂടി എഴുതി കൊടുക്കാൻ തോന്നും. ഇപ്പൊ കറക്റ്റ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. അമ്മ പറഞ്ഞ വഴക്കെല്ലാം കേട്ട് താനിയെ വല്ലാത്ത അവസ്ഥയിലായി. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? അതിന്റെ വിഷമം മാറ്റാൻ വേണ്ടി അവള് പരിസരം മറന്ന് ഡാൻസ് ചെയ്തു. നശിപ്പിച്ച്. സ്വാഭാവികം. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇതെന്താണോ കഥകളിയാ? ഇതെന്തിങ്ങനെ? ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യല്ലേ? ഭയങ്കര ഓവറാട്ടാ. ഇവിടെ 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 ഇങ്ങോട്ട് ഇങ്ങോട്ട് ആക്ട് ഭയങ്കര ഓവർ. If you don't agree, he's gonna fight you right here, right now. He's gonna screw you. He's gonna punch you. He's gonna bash you up. And he's gonna knock you out right here, right now. എന്ന് പറഞ്ഞാൽ He will beat you. He is the best boxer of our country. No! He is like your Mike Tyson. മൈക്ക് ടൈസണോ? ഞാനാ? ഞാനെപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞേ? കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റും. നീ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? അപ്പൊ നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത്? പുല്ലുവില. ഒരുമാതിരം മറ്റോർത്ത പരിപാടി കാണിക്കരുത്. എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എന്റെ അച്ഛനെ കൊന്നിട്ട് നീ ഇവിടെ വന്ന് സുഖിച്ച് ജീവിക്കാനടാ. മോശമായിപ്പോയി, വളരെ മോശമായിപ്പോയി. നീ ചാവുന്നത് വരെ എന്റെ ഇപ്പടി ഞാൻ പിടിയിലടാ. I am trapped. വല്ലാത്ത തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ. ഉണരൂ ഉണരൂ, സമയമായി മണി 7:30. ഒരു ചാൻസ് കിട്ടി അത് ഓവറാക്കും അല്ലടാ ഫുൾ. எப்படி தினேஷ் உன்னால மட்டும் இப்படி எல்லாம் யோசிக்க முடியுது? എന്താണ് ചന്തുവാങ്ങളുടെ മുഖത്തൊരു കള്ളലക്ഷണം? നമ്മുടെ നാടിന് എന്തെങ്കിലും ആപത്ത്? ഇവിടെ നിന്ന് അരക്കാതം ദൂരമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഇളന്തർ മഠത്തിലേക്ക്. കുഞ്ഞിരാമേട്ടൻ ഇല്ലാത്ത നല്ലൊരു അവസരമായിരുന്നു. പാഴായി. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. വ്യക്തികൾ മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ടോ അല്ലാതെയോ ഒരാളുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് വഴങ്ങിയോ വഴങ്ങാതെയോ അയാളുടെ സ്വാധീനത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന മൂല്യങ്ങൾക്ക് വഴങ്ങിയോ വഴങ്ങാതെയോ അല്ല എന്ന് അവകാശപ്പെടുന്ന ഒരു അവസ്ഥയല്ലേ അത്? എങ്ങനെയുണ്ടായിരുന്നു ആക്ടിങ്? ഒറ്റ അട്ടി ഞാൻ വെച്ച നാട്ടില് ഒരുമാതിരി തെലുങ്ക് ഉടമാതിരി ഉണ്ടായിരുന്നു. ഇതൊരു മനസ്സിലാവാത്ത സിനിമ ആണെന്ന് പോലെയുണ്ട്. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. വേറൊരു കുരിശ്. താൻ മുമ്പ് പറഞ്ഞ പോലുള്ള ബ്രഹ്മാണ്ഡ കഥയൊന്നും എന്റെ ടേസ്റ്റിൽ പെടുന്നതല്ല. പക്ഷെ ഇത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും സാർ. അണ്ണൻ കുറച്ചുകൂടി റൊമാൻറ്റിക് ആവണം. റൊമാൻറ്റിക്. എനിക്ക് സ്റ്റെപ്പനിയുടെ പണി മാത്രമേ അറിയൂ. ഭാമിനി ഡിക്കി പൊക്കൂ. സർ, ഇവനൊക്കെ ഒരേ ഒരു സെൻസേ ഉള്ളൂ, നോൺസെൻസ്. എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? അപമാനകരം എന്നാ ഞാൻ പറയുള്ളൂ. ഒരു ജാക്കി പോലും എന്താണെന്നറിയാത്ത പെൺകുട്ടികളാണല്ലോ
ഈശ്വര വടാ മോനെ ചക്കി. ഇതെങ്ങനെയുണ്ട് ഇതെങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്? ഏത് നേരത്താണോ ക്ലൈമാക്സ് കഴിഞ്ഞു. ഇപ്പൊ കഴിയും വേഗം ചെല്ലു സാർ. താങ്ക് ഗോഡ്. അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര് എനിക്കറിയില്ല. എനിക്കറിയാവുന്ന പേര് ശിവദേവ് സുബ്രഹ്മണ്യം. ഹീസ് ഫ്രം സെൻട്രൽ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് അഡീഷണൽ ഡയറക്ടർ ഓഫ് ക്രൈം ബ്രാഞ്ച്. ഞാൻ ഈ പൈങ്കിളി ട്രാക്ക് ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു. ഐ ആം ജസ്റ്റ് ഗോണ വർക്ക് ഔട്ട് സം ജാഡ മൂവ്സ് മാൻ. നീ എന്താ ഞെട്ടാത്തെ? ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാ, എപ്പോഴെപ്പോഴും ഞെട്ടാ എനിക്ക് വട്ടൊന്നുമില്ല. കഴിഞ്ഞ തവണ പറഞ്ഞ അതേ ബോംബ് കഥ തന്നെ, സ്റ്റൈല് മാറിയപ്പോ ഇങ്ങനെ ആയിപ്പോയി. അയ്യോ അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. ഈ കാലമാടന്മാരെക്കാൾ ബെടാ ഇനി വേറൊരുത്തനുണ്ടോ? ഇവന്മാരൊക്കെ എന്ത് ബെടാ സാബല്ലേ ശരിക്കുള്ള സാബ്. இந்த முறை நான் அடிக்கிற அடி மரண அடியா தான் இருக்கும். லெஜண்ட் சார் நீங்க. ஓ மை காட். സരവണൻ, the most dangerous scientist. കേട്ടാ നിങ്ങക്ക് ജോലിയോ കൂലിയോ വല്ല വേണമെങ്കിൽ ഞാൻ ശരിയാക്കി തരാന്ന്. പുതിയ കണ്ടുപിടുത്തം നിങ്ങൾക്ക് കൂടി ഗുണമുള്ള കാര്യമാണ്. ഏതാ AC കുപ്പായത്തിന്റെയാണ്? വേണ്ട നീ. ഇതൊന്നും അവന്റെ നല്ലത് എനിക്ക് മനസ്സിലായി. ഈ കാണുന്ന അല്ലവൻ, ഈ കാണിക്കുന്നതും അല്ലവൻ. അവതാരം താൻ എടുക്കണം. எடுக்கிறேன் சார், அவதாரம் எடுக்கிறேன். അവനത് ചെയ്യും. അവൻ വിളഞ്ഞു വിത്ത. ഇനി ആരും സൂത്രം കാണിച്ചു കേട്ടാ. പാട്ട്, മിമിക്രി, നാടകം അങ്ങനെ പലതായിരുന്നു കഴിവ് തെളിയിച്ച മേഖല. നീ എന്നതാണ് ഇവ കാണിക്കുന്നത്? ചവിട്ട് നടക്കും. ഏയ് ഇതല്ലേ കുച്ചിപ്പുടി. എവിടുന്ന് കിട്ടിയാടോ നേരത്തെ കാണിച്ച സ്റ്റെപ്പല്ലേ? നേരത്തെ കാണിച്ച സ്റ്റെപ്പല്ല, മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര. ഇയാൾ ഇതെന്തിനു കാണിക്കണത്? വെറൈറ്റി അല്ലേ? എന്റെ ഗതി ഇങ്ങനെയായി. ഇനിയിപ്പോ നിന്റെയൊക്കെ ഗതി എന്താവുന്നു, എങ്ങനെയാവുന്നു ആർക്കറിയാം. ഇനി ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ് കരഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടക്കരച്ചിലിന് പോട്ടെ. എല്ലാരും ഇങ്ങോട്ട് പോന്നല്ലോ.